ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ കിഴി അപ്ഡേറ്റ്സ് ആണ്. ജിതിൻ കെ ജോസ് മമ്മൂട്ടി മൂവി, മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമയാണ്. അതിൻ്റെ പൂജ അതിൻ്റെ ഇടയിൽ നടന്നു. നമ്മൾ അന്ന് ചെറിയ ബിസി ആയിപ്പോയി, അതുകൊണ്ട് അത് റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല. 25-ാം തീയതി ആയിരുന്നു. 3 ദിവസമായി നാഗർകോവിൽ വെച്ചിട്ട്. ഇത് അപ്ഡേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പൂജേന്റെ പരിപാടിയും അതിനെ കുറിച്ചുള്ള പിന്നീട് അതിന്റെ ഡീറ്റെയിൽ വന്നൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം സത്യത്തിൽ ചെറുക്കൻ പനിച്ച് കിടക്കുകയായിരുന്നു. എന്തോ പേടിപ്പനി എന്തായാലും പനി പിടിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം. ഇപ്പോഴും അറിയിട്ടൊന്നുമില്ല. നല്ല എന്താ പറയാ, ബോഡി ഭയങ്കര പെയിൻ ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ജിതിൻ കെ ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആൾ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഇതൊരു റിയൽ ബേസ്ഡ് സ്റ്റോറിയാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. കുപ്രസിദ്ധമായ ഒരു വലിയ സംഭവമാണിത്. അതിൻ്റെ ഒരു സിനിമാ ആവിഷ്കാരം. വേറെ രീതിയിലുള്ള ഒരു അവതരണം. ഇനിയിപ്പോ അതിനു വേണ്ടി തപ്പി തടഞ്ഞ് വീഴുണ്ട, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ റൗണ്ട് എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ തന്നിട്ടുണ്ട്. ഞാനങ്ങനെ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, എന്തായാലും വിനായകനാണ് ഇതിൽ നായകൻ. പോലീസുകാരനായിട്ടാണ് നമ്മുടെ വിനായകൻ വരുന്നത്. ഇതില് ഒരു സീരിയൽ കില്ലറായിട്ട് നമ്മുടെ മമ്മൂക്ക മമ്മൂക്ക വില്ലൻ വേഷങ്ങൾ ഒരുപാടായി അല്ലേ? ഇപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്ന ക്യാരക്ടറുകളെല്ലാം വ്യത്യസ്തമായിരുന്നു. അപ്പൊ അതുപോലെ ഒരു വ്യത്യസ്തത ഇതിലും പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മമ്മൂട്ടിയാണല്ലോ. പിന്നെ മമ്മൂട്ടി കമ്പനിയും കൂടെ ആണല്ലോ. പ്രൊഡക്ഷൻ അവര് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം എന്തെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആള് അങ്ങനെ ഏറ്റെടുക്കൂല. അതല്ല, അതിലുള്ളൊരു വ്യത്യസ്തത നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും അതായത് വിനായകനാണ് നായകൻ. അത് തന്നെ ഒരു അടിപൊളി ഒരു സംഭവമാണ്. അതില് വില്ലനായിട്ട് മമ്മൂക്ക് വരുന്നു എന്ന് പറയുമ്പോ തന്നെ ആ ഒരു റേഞ്ച്, ആ സിനിമ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ ഏകദേശം ഒക്കെ കൊള്ളാം, നല്ലൊരു സെലക്ഷൻ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സംഭവം. ഇതില് അത് റിയൽ ബേസ്ഡ് സ്റ്റോറി ആകുമ്പോൾ തന്നെ നായകനെ വിജയിക്കുന്ന ഒരു വില്ലൻ ആ ഒരു കൺസെപ്റ്റിൽ പറ്റില്ല. അതൊരിക്കലും പോകില്ല. അവിടെ ഭയങ്കര സംഭവം തന്നെയാണിത്. കാസ്റ്റിംഗ് വെച്ചതൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു മറ്റേ പോലീസ് അല്ലെങ്കിൽ ക്യാരക്ടറും പിന്നെ ഒരു സീരിയൽ കില്ലറിന്റെ ഇതിലേക്ക് കൂടെ വരുമ്പോ, അതായത് ഇതൊരു റിയൽ സ്റ്റോറിയും കൂടെ ആകുമ്പോൾ എന്താണെങ്കിലും അവിടെ വിജയിക്കാൻ പോകുന്നത് വിനായകൻ തന്നെയായിരിക്കും. അതില് വില്ലനായിട്ട് മമ്മൂക്ക അഭിനയിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് സിനിമയ്ക്ക്. അതാണ് ഇതിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഈ വിനായകന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞിരുന്നത് പൃഥ്വിരാജിനെയായിരുന്നു. അതിലേക്കാണ് വിനായകൻ വരുന്നത്. ശരിക്ക് അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ വിനായകൻ തന്നെയാണ്. തീർച്ചയായിട്ടും. അത് ഇവര് തമ്മിലുള്ള നായകസ്ഥാനം അതും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടല്ല കേട്ടോ പറയുന്നത്. അല്ലാതെ ഇങ്ങനത്തെ ഒരു സെലക്ഷൻ ആണ് ഇങ്ങനത്തെ സിനിമകൾക്ക് വേണ്ടത്. അതെ, ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളൊരു പ്രഡിക്ഷൻ അതാണ്, ഇത് നായകനെ വിജയിക്കുന്ന ഒരു വില്ലൻ ആയിരിക്കില്ല ഒരിക്കലും. നായകൻ വിജയിക്കുമ്പോൾ അത് പൃഥ്വിരാജ് മമ്മൂക്കാനേക്കാളൊക്കെ വലുതായോ, മമ്മൂക്കാനെ തോൽപ്പിച്ച് ഒരു നായകനോ, അങ്ങനെയുള്ളൊരു ചിന്ത ചിലർക്ക് വരും. അങ്ങനെ വരാൻ പാടില്ല. അവിടെയാണ് ഈ ഒരു കാസ്റ്റിംഗിൽ ഇത് മികച്ചു നിൽക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ആ സിനിമേന്റെ ഒരു വ്യത്യസ്തതയുണ്ട്. ഇനി അതിന്റെ താഴെ വരും. ഇനി വേറെ മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടർ ഈ ഒരു സാധനം തിരഞ്ഞെടുക്കുന്നതിന്റെ കാര്യം കൂടി പറയാം. ആ സ്ഥാനത്ത് വിനായകൻ എന്ന് പറയുന്ന ഒരു നടൻ നായകനായിട്ട് വന്ന് തന്നെ തോൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മെഗാസ്റ്റാർ എന്നുള്ള രീതിയിൽ ആളുടെ സ്റ്റാർഡം വെച്ച് ആൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അവിടെ എപ്പോഴും അത് ആ സ്റ്റോറിനോടുള്ള, അല്ലെങ്കിൽ ആ സിനിമയിൽ മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാനുണ്ടാവും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ആൾ അതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും അത് വലിയൊരു നീക്കം തന്നെയാണ്. തീർച്ചയായിട്ടും. അതായത് വിനായകൻ മമ്മൂക്കയെ തോൽപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ വരിക എന്നുള്ളത്. എന്തായാലും അതിന് മമ്മൂട്ടി വളരെ സിമ്പിളായിട്ട് യെസ് മൂള എന്നുള്ളത് വലിയ സംഭവമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ പൂജ സെറമണി സംഭവങ്ങൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. 2 വീഡിയോ. ആ ഒരു വീഡിയോ കാണാം. 2 വീഡിയോ ഒന്നാക്കിയതാ. അങ്ങനെ പറ. 2 വീഡിയോ കിട്ടിയിട്ടുണ്ടെന്നാ ആ ഒരു വീഡിയോ കാണാം. അത് ഇവിടുത്തെ പരിപാടി പ്ലേ ആകുമോ?
ഇത് പൂജയല്ല അല്ലേ? ഇത് പൂജയല്ല, ഷൂട്ട് തുടങ്ങിയത്. ഇത് ഡേ 3 ആണേ. ലൊക്കേഷൻ വീഡിയോ അല്ലേ? ഇതാണ് പൂജ. അടിച്ചൂല എനിക്ക് ക്ലൈമാക്സ് കാണുന്ന ഇഷ്ടം. എവിടെ മമ്മൂക്ക? അതാണ് ഞാൻ നോക്കുന്നത്. മമ്മൂക്കില്ലേ? നമുക്കല്ല, പൂജക്കില്ലേ? വിനായകൻ. ഓക്കെ, ഇതാണ് വീഡിയോ. അപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പൂജ തുടങ്ങിയതും പിന്നെ ഡേ 3 ഷൂട്ടിംഗ് ലൊക്കേഷനും. വെറുതെ ഞാൻ മമ്മൂക്ക ഉണ്ടാവുന്ന എഴുതിയിരിക്കാണ്. ഇതെന്താന്നറിയോ? ഇതെന്താന്നറിയോ? ഈ ചില ആൾക്കാരുണ്ട്, നമ്മളെ ഒരു സ്റ്റേജിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരാൾ വരാനുണ്ട്, വലിയൊരാളാണെങ്കിൽ അയാൾ വരുന്നതിന് മുന്നേ അയാളെ കുറിച്ച് അങ്ങോട്ട് പൊക്കൽ തുടങ്ങും. അതായത് വിളിക്കുന്ന ആള് അങ്ങ് ഇരുന്ന് പൊക്കലായിരിക്കും. അപ്പൊ അമ്മാരി പൊക്കലാണ് ഇപ്പൊ കുറച്ചു മുന്നേ പൊക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മമ്മൂക്ക ഇപ്പൊ ഒരു നേരിച്ചോണ്ടിരിക്കുക, എവിടെ മമ്മൂക്ക ഇല്ലാന്ന്. എന്നാൽ മമ്മൂക്ക ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, സന്തോഷം. മമ്മൂക്ക ജോയിൻ ചെയ്യുന്നത് ഒക്ടോബർ 1st വീക്കിലാണ്. ആദ്യ ദിനങ്ങളിൽ ഏതെങ്കിലും ഒരു 3-4 ദിവസത്തിനുള്ളിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇതേപോലെ ലൊക്കേഷൻ വീഡിയോ കിട്ടുമ്പോൾ നമുക്ക് അതിൽ കാണാം മമ്മൂക്കെ. ബാക്കി പൊക്കല അപ്പം എന്താ വിനായകനെ കണ്ടു. വിനായകൻ ഫുള്ള് മറ്റേ ഒരു സ്വാമി താടിയൊക്കെ അങ്ങനത്തെ ലുക്കിലാണല്ലോ. അല്ല, നരച്ചിട്ടാണല്ലോ. അത് ക്യാരക്ടർ ലുക്ക് ആയിരിക്കില്ല അല്ലേ? ക്യാരക്ടർ ലുക്ക് അല്ലെങ്കിൽ ആൾ അങ്ങനെയൊക്കെ നടക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ നാളൊക്കെ നടക്കണല്ലേ, പറയാൻ പറ്റൂല. അല്ലേ ആ ഒരു ലുക്കിലേക്ക് വരണ്ടേ? അതാ ഞാൻ ചോദിക്കാം. അതല്ല ഞാൻ പറഞ്ഞേ, ഈ സിനിമയിലേക്കുള്ള ക്യാരക്ടർ ആയിട്ടായിരിക്കൂല വന്നിട്ടുള്ളതെന്ന്, അല്ലാണ്ട് പൂജ പരിപാടിക്ക് വന്നിട്ടുള്ളതായിരിക്കും. അതിനുശേഷം പിന്നെ മേക്കപ്പ് ചെയ്ത് മാറി വരുന്നതായിരിക്കും. എന്തായാലും നരച്ചിട്ടൊക്കെ ഉണ്ടല്ലേ? മീശയും താടിയൊക്കെ ഉണ്ട്. എന്താണെങ്കിലും കൊള്ളാം, ഗംഭീര സിനിമ ആവട്ടെ. യെസ്, എന്തായാലും അടുത്ത സിനിമ അതാണ്. യെസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.